എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യത്തെ പാർട്ട് കാണാത്തവര് അടിയിൽ ഞാൻ ഈ പാർട്ട് 1ന്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ പോയി കണ്ടിട്ട് ഇതിന്റെ ബാക്കിയുള്ള കണ്ടിന്യൂഷൻ ആണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് വേഗം പോകാം. അടുത്ത ചോദ്യം, ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഇതിന്റെ ഉത്തരം അൾമേഡയാണ് കേട്ടോ. അടുത്ത ചോദ്യം, കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചതാര്? കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് ആരാണ്? അതിന്റെ ഉത്തരവും അൾമേഡ തന്നെയാണ്. അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വൈസ്രോയി ആര്? ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വൈസ്രോയി ആരാണ്? ഇതിന്റെ ഉത്തരം അൽബുക്കർക്കാണ്. അൽബുക്കർക്കാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വൈസ്രോയി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ മിശ്ര കോളനി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഇന്ത്യയിൽ മിശ്ര കോളനി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? അതിന്റെ ഉത്തരം അൽബുക്കർക്ക് തന്നെയാണ്. ഇന്ത്യയിലെ മിശ്ര കോളനി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ്. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാലും അൽബുക്കർക്ക് തന്നെയാണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം, കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരം അൽബുക്കർക്ക് തന്നെയാണ്. അടുത്ത ചോദ്യം, മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയുടെ പേരും അൽബുക്കർക്ക് തന്നെയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ മാനുവൽ കോട്ടയാണ് അതിന്റെ ഉത്തരം. കൊച്ചിയിലുള്ള മാനുവൽ കോട്ട. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഉത്തരം? അതും മാനുവൽ കോട്ട തന്നെയാണ്. ഈ മാനുവൽ കോട്ടേനെ അറിയപ്പെടുന്നത് വേറെ കുറെ പേരുകളുണ്ട്. പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, കൊച്ചിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട എന്നുള്ള പേരുകളിലൊക്കെ അറിയപ്പെടുന്ന കോട്ട എന്ന് പറയുന്നത് മാനുവൽ കോട്ട തന്നെയാണ്. അപ്പം നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങൾ ഒന്നും കൂടി പെട്ടെന്നൊന്ന് വേഗം റിവൈസ് ചെയ്തു പോവാം. അപ്പോൾ ഫസ്റ്റത്തെ ചോദ്യം, ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയി അൽമേഡ. കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചതും അൽമേഡ. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വൈസ്രോയി അൽബുക്കർക്ക്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാന്ന് ചോദിച്ചാലും അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനി വൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയി അൽബുക്കർക്ക്. ഇന്ത്യയിൽ മിശ്ര കോളനി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക്. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി ആരാന്ന് ചോദിച്ചാലും അൽബുക്കർക്ക് തന്നെയാണ്. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക്. മാനുവൽ കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട മാനുവൽ കോട്ട കൊച്ചിയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി അതും മാനുവൽ കോട്ട തന്നെയാണ്. അതിനെ പള്ളിപ്പുറം കോട്ട, വൈപ്പിൻ കോട്ട, കൊച്ചിൻ കോട്ട, ആയക്കോട്ട, അഴീക്കോട്ട എന്നെല്ലാം ആ കോട്ടേനെ അറിയപ്പെടുന്നുണ്ട്. ഈ അൽബുക്കർക്ക് എന്നുള്ള പേര് നിങ്ങൾക്ക് അത് പെട്ടെന്ന് തലയിൽ കയറിയില്ലെങ്കിൽ നിങ്ങൾ അതിനൊരു പെട്ടെന്ന് തലയിൽ കയറാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത് അബൂബക്കർ എന്നെങ്ങാനും മനസ്സിലാക്കിയാൽ മതി. എന്ന് വെച്ചിട്ട് എക്സാമിന് അബൂബക്കർ എന്ന് എഴുതരുത്, അൽബുക്കർക്ക് തന്നെയാണ്. അതൊന്ന് പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞൊരു ടിപ്പൊന്നും മാത്രമേ ഉള്ളൂ ഇത്. അടുത്ത ചോദ്യം, കുഞ്ഞാലിമരക്കാരുടെ ആക്രമണം നേരിടാൻ 1531 പോർച്ചുഗീസ് നിർമ്മിച്ച കോട്ട ഏതാണ്? കുഞ്ഞാലിമരക്കാരുടെ ആക്രമണം നേരിടാൻ 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ഏതാണെന്ന് ചോദിച്ചാൽ ചാലിയം കോട്ടയാണ് അതിൻ്റെ ഉത്തരം. അത് കോഴിക്കോടുള്ള ഒരു കോട്ടയാണ് ചാലിയം കോട്ട. അടുത്ത ചോദ്യം, ചാലിയം കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഗവർണർ ആരാണ്? ചാലിയം കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഗവർണർ ആരാണ്? ഉത്തരം നൂനോ ഡ കുൻഹ. നൂനോ ഡ കുൻഹ. ചാലിയം കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഗവർണർ ആരാന്ന് ചോദിച്ചാൽ നൂനോ ഡ കുൻഹ. അടുത്ത ചോദ്യം,
പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയുടെ പേരെന്താണ്? പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യാ ശൈലിയുടെ പേരെന്താണ്? ഗോതിക് ശൈലിയാണ് അതിൻ്റെ ഉത്തരം. ഗോതിക് ശൈലിയാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യ. അടുത്ത ചോദ്യം, കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരം. കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മട്ടാഞ്ചേരി പാലസ് ആണ് അതിൻ്റെ ഉത്തരം. മട്ടാഞ്ചേരി പാലസ് ആണ് കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരം. അടുത്ത ചോദ്യം, കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ച വിദേശ ശക്തി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരാണ്. ഒന്നുകൂടി പറയാം, പോർച്ചുഗീസുകാരാണ് കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ച വിദേശ ശക്തി. അടുത്ത ചോദ്യം, കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പേരയ്ക്ക, ആത്തയ്ക്ക, വറ്റൽമുളക്, പുകയില, മരച്ചീനി, റബ്ബർ എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നതാരാണ്? കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പേരയ്ക്ക, ആത്തയ്ക്ക, വറ്റൽമുളക്, പുകയില, മരച്ചീനി, റബ്ബർ എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നതാരാണ്? അതിൻ്റെ ഉത്തരം പോർച്ചുഗീസുകാരാണ്. അടുത്ത ചോദ്യം, ക്രിസ്തീയ കലാരൂപമായ ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചതും ജനകീയമാക്കിയതും ആരാണ്? ക്രിസ്തീയ കലാരൂപമായ ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചതും ജനകീയമാക്കിയതും ആരാണ്? പോർച്ചുഗീസുകാർ തന്നെയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? കൊച്ചിയിലാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതി. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുഫ്തുൽ മുജാഹിദീനാണ്. തുഫ്തുൽ മുജാഹിദീനാണ് കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതി. അപ്പോൾ നമുക്ക് ഇതുവരെയുള്ളതൊന്ന് വേഗം ഒന്ന് റിവൈസ് ചെയ്യാം. കുഞ്ഞാലിമരക്കാരുടെ ആക്രമണം നേരിടാൻ 1531 പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ട ചാലിയങ്കോട്ട, കോഴിക്കോടുള്ള ചാലിയം കോട്ട. ചാലിയം കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഗവർണർ ആരാ? ന്യൂനോ ഡ കുൻഹ. ന്യൂനോ ഡ കുൻഹയാണ് ചാലിയം കോട്ട പണി കഴിപ്പിച്ച പോർച്ചുഗീസ് ഗവർണർ. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യ ഏതാണ്? ന്യൂനോ ഡ കുൻഹ. ന്യൂനോ ഡ കുൻഹ ആണ് പോർച്ചുഗീസ് ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യ. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യ ശൈലിയുടെ പേരെന്താണ്? ഗോതിക് ശൈലി. കൊച്ചി രാജാവായിരുന്ന വീരകേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണ് മട്ടാഞ്ചേരി പാലസ്. കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ച വിദേശ ശക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരാണ്. കൈതച്ചക്ക, പപ്പായ, കശുവണ്ടി, പേരയ്ക്ക, ആത്തയ്ക്ക, വറ്റൽമുളക്, പുകയില, മരച്ചീനി, റബ്ബർ എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നതും പോർച്ചുഗീസുകാരാണ്. അതുപോലെ തന്നെ ക്രിസ്തീയ കലാരൂപമായ ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചതും ജനകീയമാക്കിയതും പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് എവിടെയാ? നമ്മുടെ കൊച്ചിയിലാണ്. കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെ സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതി, അതായത് പോർച്ചുഗീസുകാരുടെ അതിക്രമങ്ങളെക്കുറിച്ച് കേരളത്തിൽ ഒരു സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുഫ്തുൽ മുജാഹിദീൻ. ഇതോടുകൂടി നമ്മുടെ പാർട്ട് 2 വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പാർട്ട് 1 കാണാത്തവർ ഞാൻ ഇവിടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഈ ഒരു വീഡിയോ തീരെ ബേസില്ലാത്തവർക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതായത് ഇപ്പോൾ PSC ഒക്കെ ആദ്യമായിട്ട് എഴുതുന്ന ആൾക്കാരാണെങ്കിൽ ചെറിയൊരു ബേസ് കിട്ടാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നെടുത്ത ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്